ഈ കൾട്ടിന്റെ സൈക്കിളാണ് ഫസ്റ്റ് ഉള്ള ആൾക്ക് നമ്മൾ നറുക്കിട്ടത്. ആള് വന്നില്ല. അതേമാതിരി ഇതാ അടുത്ത കമന്റ് കഴിഞ്ഞ മാസത്തെ വീഡിയോയുടെ സൈക്കിൾ വന്നിരിക്കുന്നത്. സൈക്കിൾ കൊണ്ട് ചാകര ഫ്രീ ആയിട്ട് കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ആളെ മാറ്റി ആവരുത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സാലാണ് ഫ്രണ്ട്സ്. ഞാൻ വന്നിരിക്കുന്നത് പപ്പേട്ടന്റെ സൈക്കിൾ കടയിലാണ്. കോഴിക്കോട് കാരന്തൂരുള്ള പപ്പേട്ടന്റെ സൈക്കിൾ കടയിലാണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണോ എന്നറിയില്ല. നമ്മൾ വീഡിയോ കാണുന്ന ഒരാൾക്ക് 18,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. കാര്യം പറഞ്ഞുതരാം ഫ്രണ്ട്സ്. നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പപ്പേട്ടൻ്റെ സൈക്കിൾ കടയിൽ നിന്ന്, ഇവിടുത്തെ എല്ലാ സൈക്കിളും വെച്ചിട്ട്. അപ്പോൾ അന്ന് നമ്മളൊരു ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 18,000 രൂപ ഞാനിപ്പോൾ ഇരിക്കുന്ന കൾട്ടിൻ്റെ സൈക്കിളാണ് കൊടുക്കുക എന്ന് പറഞ്ഞത്. അന്ന് നമ്മളൊരു വീഡിയോ, അതിനുശേഷം ഡിസംബറിൽ വീഡിയോ ചെയ്തിട്ട് ജനുവരിയിലാണ് നമ്മൾ ആ കമൻറ്റ് പിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണിച്ചത്. പക്ഷേ ഇതുവരെ ഒരു മാസമായിട്ട് ആള് ഇതുവരെ വന്നിട്ടില്ല. എന്നെയും വിളിച്ചിട്ടില്ല, ആള് പപ്പേട്ടനെയും കോൺടാക്ട് ചെയ്തില്ല. ഇപ്പോഴും ആ സൈക്കിൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ 18,000 രൂപയാണ് ആൾക്ക് നഷ്ടപ്പെട്ടത്. നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളെല്ലാം എന്നാണ് തോന്നുന്നത്. നമ്മൾ അതേ വീഡിയോ തന്നെ, കഴിഞ്ഞ ഡിസംബറിലുള്ള അതേ വീഡിയോ തന്നെ സെക്കൻഡ് ഒരു കമൻറ്റ് പിക്ക് ചെയ്യാണ്. എന്തായാലും പപ്പയുടെ സൈക്കിൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ കൊടുക്കുക തന്നെ ചെയ്യും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കമൻറ്റ് കൂടി പിക്ക് ചെയ്തിട്ട് ഒരു സൈക്കിളും കൂടി കൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും ഒരു സൈക്കിൾ കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാ മാസവും സ്കിപ്പ് ചെയ്യാതെ കാണാം. എല്ലാ മാസം 15-ാം തീയതി ഉള്ളിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ സൈക്കിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലുണ്ട്. 31,000 രൂപയ്ക്ക് 30 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ബി റൈഡ് എന്ന് പറഞ്ഞ സൈക്കിളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇതാ, ഇത് ബാറ്ററി ഇൻപുട്ടാണ് വരുന്നത്. പിന്നെ 30 കിലോമീറ്റർ മൈലേജ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. ഇതിൽ ടോട്ടൽ ഇലക്ട്രിക് സൈക്കിളിന് 3 സ്പീഡാണ് ഉണ്ടാവുക. ഇതിന് 5 സ്പീഡ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ തന്നെ കാണിച്ചു തരാം. കൊടുക്കുക, ഇവിടെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. തന്നെ മൂന്നാമത്തെ സ്പീഡിൽ തന്നെ ഈ കയറ്റം സിമ്പിളായിട്ട് കയറുന്നുണ്ട് കേട്ടോ. ഇനി സ്പീഡ് കുറച്ച് കൂട്ടി നോട്ടെ. ഇത് 4, 5, അഞ്ചാമത്തേതൊക്കെ നല്ല സ്പീഡിൽ കയറുന്നുണ്ട് കയറ്റം. അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ് ഫ്രണ്ട്സ്. കയറ്റമൊക്കെ കയറുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പെഡൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ പെഡൽ കൊടുക്കാതെ തന്നെ മൂന്നാമത്തെ സ്പീഡിൽ ഈ കയറ്റം സിമ്പിളായിട്ട് കയറി പോയിട്ടുണ്ട്. ഓ പേട്ടാ, നമസ്കാരം ഉണ്ട്. അപ്പോൾ നമ്മളെ പുതിയ ഒരു ബ്രാൻഡ് കൂടി ഇറങ്ങി, ബി റൈഡർ. ഓക്കെ, നമ്മൾ വേറെ കാര്യം പപ്പടാ, നമ്മളെ കമന്റിന്റെ കാര്യം എന്താണ്? ആള് വന്നില്ല. കമന്റ് ആള് വന്നില്ല. എന്താ ചെയ്യാ? അല്ല, അത് മാറ്റിയെടുക്കാം. നമുക്ക് ഇന്നെടുക്കും. അത് പഴയത് തന്നെ മാറ്റിയെടുത്തിട്ട് എത്ര കാത്തിരുന്നു? ഒരു മാസം ചില്ലറ കാത്തിരുന്നു. 1 മാസം 1.5 മാസത്തോളം നമ്മൾ കാത്തിരുന്നു ആ ആളെ കിട്ടാൻ. ആൾക്ക് എത്ര രൂപ നഷ്ടപ്പറ്റി? 18,000 രൂപ നഷ്ടപ്പറ്റി. അപ്പൊ നമ്മൾ കാണുന്നില്ല സംശയം. അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ആണെങ്കിൽ കുഴപ്പം സുഖമായിട്ട് അവിടെ എത്തിയിരുന്നു. എന്നെയും വിളിച്ചില്ല, പപ്പേട്ടനെയും വിളിച്ചില്ല. പപ്പേട്ട എന്നും എന്നെ വിളിക്കട്ടോ, നിന്നെ വിളിച്ചു എന്നെയും വിളിച്ചില്ല. അപ്പോൾ ഒരു കൾട്ടിന്റെ സൈക്കിളാണ് ആൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മളിതാ പപ്പേട്ടന്റെ സൈക്കിൾ കടയിൽ എല്ലാ തരം സൈക്കിളും ഉണ്ട്. നമ്മളെ എന്താ പറയാ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കുന്നെങ്കിൽ അതുകൊണ്ട്, ഇനി പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ അതുകൊണ്ട്. ഇലക്ട്രിക് സൈക്കിൾ 30,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അത് 30 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നത്. ഇതിന്റെ മൈലേജിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥ ആള് വന്നിട്ടുണ്ടോ ഈ സൈക്കിളിന്റെ? അതിന്റെ എല്ലാ പ്രൊഡക്ഷനും എല്ലാ കാര്യത്തിലും എല്ലാ ചർച്ചകളും നടത്തും. നിങ്ങൾ അതിന്റെ ഓണർ തന്നെ ഇവിടെ, ബി റൈഡറിന്റെ. നമസ്കാരം ചേട്ടാ. ഓക്കെ, അപ്പോ എന്റെ പേര് രാഹുൽ. അല്ലേ, ബി റൈഡർ അല്ലേ? അതെ അതെ. ഏതൊക്കെ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് ഈ കമ്പനി? ഈ പേരിൽ നമ്മളിപ്പോൾ നിലവായിട്ട് ഇലക്ട്രിക് സൈക്കിളിലാണ് കൂടുതൽ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് സൈക്കിളാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ കൊടുത്തോണ്ടിരിക്കുന്നത്. അതുകൂടാതെ നമ്മളിപ്പോൾ ഇതിന്റെ നോർമൽ കിഡ്സിന്റെയും ഗിയറുള്ള സൈക്കിളും നോൺ ഗിയർ ലേഡീസ് സൈക്കിള് അങ്ങനെല്ലാം ഇപ്പോൾ ചെയ്ത് ബി റൈഡിൽ തന്നെ. ഫാക്ടറി എവിടെയാണ്? ഫാക്ടറി നമ്മുടെ ഫാക്ടറി എന്ന് പറഞ്ഞാൽ മെയിൻ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ലുധിയാനയിലാണ്. ലുധിയാന, പഞ്ചാബ്. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ കേരളത്തിലൊരു വെയർ ഹൗസ് സിസ്റ്റം തുടങ്ങാൻ പോവാണ്. അത് ആലപ്പുഴ സൈഡിലായിരിക്കും. അവിടെ നിന്നായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത ഒന്ന് പറഞ്ഞു. എത്ര മൈലേജ് അതിനെ കുറിച്ച് സ്പെക്ടും കാര്യങ്ങളൊന്നും പറഞ്ഞു. ഓക്കെ, ഇത് ആക്ച്വലി നമ്മുടെ ലൂമിനസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ലൂമിനസ്. അപ്പോൾ ലൂമിനസിൻ്റെ അത് ഇത് യൂണിസെക്സ് മോഡലാണ്. അപ്പോൾ ഇത് പ്രായം കുറവുള്ള ആൾക്കാർക്ക് ഒട്ടും ലേഡീസിനും പിന്നെ കുറച്ച് വയസ്സുള്ള ആൾക്കാർക്കും വേണ്ടിയുള്ള സ്പെഷ്യലി നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്ററി ക്യാപ്പസിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ ഉള്ള റേഞ്ചുള്ള നമ്മുടെ കയ്യിലുണ്ട്, ഓപ്ഷനുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് LCD മോഡലാണ്. ഇത് നമ്മൾ ഓൺ ആക്കുമ്പോൾ ഇത് നമ്മൾ ഓണാവും. ഇതിനകത്ത് 5 ലെവൽ പെഡൽ അസിസ്റ്റാണ്. ഇപ്പോൾ പെഡൽ അസിസ്റ്റൻ്റ് ഇപ്പോൾ നോർമൽ ആൾക്കാർക്ക് പെഡൽ അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ പെഡൽ അസിസ്റ്റിൻ്റെ അർത്ഥമാണ് ഇതിനകത്ത് 5 മോഡ് പെഡൽ അസിസ്റ്റുണ്ട്. ഒരു പെഡൽ അസിസ്റ്റിൻ്റെ അർത്ഥമാണ് കുറച്ച് പവർ മോട്ടർ യൂസ് ചെയ്യും,
കുറച്ച് പവർ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് പെഡൽ മെസ്സിസ്റ്റ് നമ്മൾ ഇടുവാണെങ്കിൽ മോട്ടർ 80% മോട്ടറായിരിക്കും പവർ യൂസ് ചെയ്യുന്നത്, 20% നമ്മളായിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ സെക്കൻഡിൽ ഇടുവാണെങ്കിൽ മോട്ടർ ഒരു 60% യൂസ് ചെയ്യും, 30% നമ്മളായിരിക്കും. അങ്ങനെ ഫോർത്തിൽ ഇടുക, ഫിഫ്ത്തിൽ ഇടുന്നു, 50-50 വരും. അപ്പോൾ ഫിഫ്ത്ത് മോഡിൽ ഇടുമ്പോൾ മോട്ടറായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ പെഡലിന് അധികം ആവശ്യം വരുന്നില്ല. ഇല്ല, ഇപ്പോൾ സാധാരണ ഇപ്പോൾ ആൾക്കാർക്ക് റേഞ്ച് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പെഡൽ അസിസ്റ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ സാധാരണ നമ്മൾ ത്രോട്ടൽ മോഡൽ മാത്രം ഇടുവാണെങ്കിൽ നമുക്ക് ഒരു റേഞ്ച് ലിമിറ്റ് ആണ്. പക്ഷേ പെഡൽ അസിസ്റ്റും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 30-40 വരെ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ കറണ്ട് കാണിക്കേണ്ടത്, എത്ര കറണ്ടാണ് ഇതിൻ്റെ അകത്ത്. 36 വോൾട്ടേജാണ് കറണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് ട്രിപ്പ് മോഡുണ്ട്, എത്ര ട്രിപ്പ് പോയി, ടോട്ടൽ നിങ്ങളുടെ എത്ര കവർ ചെയ്തു. പിന്നെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് ഒരു എറർ ഡിറ്റക്ഷൻ ഉണ്ട്. എറർ ഡിറ്റക്ഷൻ എന്താ പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും സാധനം മോട്ടറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് നിങ്ങളുടെ ഈ മോട്ടറിനാണ് പ്രശ്നം, ഈ ബാറ്ററിക്കാണ് പ്രശ്നം. അപ്പോൾ മൊത്തം സൈക്കിളൊന്നും തുറന്നു നോക്കണ്ട, ആ ഒരു പാർട്ട് മാത്രം തുറന്നു നോക്കുക. സെൻസർ പോലെ തന്നെ നമുക്ക് ഒരു സെൻസറിൻ്റെ അകത്തുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് വാക്കിംഗ് മോഡുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരാൾ, ഇപ്പോൾ നിങ്ങൾക്ക് സൈക്കിൾ ഓട്ടണം, നിങ്ങളുടെ കൂടെ ഒരാളുണ്ട്, നിങ്ങൾക്ക് വർത്തമാനം സംസാരിച്ച് പോകാനും, ഇപ്പോൾ ബീച്ച് റോഡിലായാലും സംസാരിച്ച് പോകാനും ഇതിനകത്തൊരു വാക്കിംഗ് മോഡുണ്ട്. ആ വാക്കിംഗ് മോഡ് ഇട്ടാൽ സൈക്കിൾ നിങ്ങൾ വാക്ക് ചെയ്യുന്ന മോഡിൽ തന്നെ സൈക്കിൾ പതുക്കെ പോയി. നമുക്കൊന്നും ചെയ്യണ്ട, ആ നമ്മൾ നടക്കുന്ന സ്പീഡിൽ തന്നെ അത് സെൻസർ ഡിറ്റക്ട് ചെയ്തിട്ട് സെൻസർ തന്നെ ഫീച്ചർ ഒത്തിട്ടുണ്ട്. മൊത്തം ഫീച്ചർ ലോഡഡ്. ഇതിൻ്റെ മോട്ടറിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 280 kg ആണ്. 280 kg വരെ നമുക്ക് ആലെ വെച്ച് സുഖമായിട്ട് പോകാം. 280 വരെ പോകും. മോട്ടറിന്റെ കപ്പാസിറ്റി 280 kg വെക്കാം. ഇപ്പൊ അതെ ഇപ്പൊ ഇതിന്റെ കാരിയർ ലോഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു 80 kg കാരിയർ ലോഡ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ സൊമാറ്റോക്കാരാണെങ്കിലും ഫുഡ് ഡെലിവറി ആണെങ്കിലും അപ്പോൾ അവർക്കാർക്കും സുഖമായിട്ട് യൂസ് ചെയ്യും. ഇലക്ട്രിസിറ്റി. ഓക്കെ. ഇതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10 പൈസ പെർ കിലോമീറ്ററിൻ്റെ ആണ് ഇതിന്റെ റേഞ്ച് കൊടുക്കുന്നത്. ഒരു കിലോമീറ്റർ 10 പൈസ അത്രയേ ഉള്ളൂ, മാക്സിമം അത്രയേ ഉള്ളൂ. പിന്നെ എന്തെന്ന് ചാർജിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മൊത്തം ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ മൊത്തം ഇപ്പോൾ 0-ൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു 3 തൊട്ട് 4 മണിക്കൂർ എടുക്കും ഫുൾ ചാർജ് മൊത്തം തീർന്നു കഴിഞ്ഞിട്ട്. അല്ല സാധാരണ ആൾക്കാർ അത്രയും ഓടിക്കില്ല, പോവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 1 മണിക്കൂർ. ഇപ്പോൾ ക്വിക്ക് ചാർജ് ഇതിൻ്റെ അകത്ത് 3 ആംപിയറിൻ്റെ നമ്മൾ ചാർജർ കൊടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് കയറും. സാധാരണ വന്ന ഇലക്ട്രിക് സൈക്കിളിന് ചിലപ്പോൾ 5-6 മണിക്കൂർ എടുക്കും. പക്ഷേ നമ്മൾ 3 ആംപിയറിൻ്റെ കൊടുക്കണ കാരണം നമുക്ക് 1-2-3 മണിക്കൂറിൻ്റെ അത് ചാർജ് ചെയ്തു. അപ്പേട്ടാ നമ്മൾ ഈ പ്രാവശ്യം സൈക്കിൾ കൊടുക്കില്ലേ? ഈ കമ്പനിയുടെ സൈക്കിൾ നമ്മൾ കൊടുക്കണേ. കഴിഞ്ഞ പ്രാവശ്യത്തെ ആളോട് എന്താ പറയാനുള്ളത്? കഴിഞ്ഞ പ്രാവശ്യം ആള് ഡിസംബറിൽ മാറ്റിയെടുത്തു. ആ ആളെ പുതിയൊരാളിപ്പോ പ്രഖ്യാപിക്കാം. എന്നിട്ട് വേഗം വരിക, ഈ സാധനമായി വേഗം പോവാ, വേഗം സാധനം കാലിയാക്കോട് എല്ലാം സാധനം. ആ വണ്ടിയാണിത്. ഈ കൾട്ടിന്റെ സൈക്കിളാണ് ഫസ്റ്റ് ഉള്ള ആൾക്ക് നമ്മൾ നറുക്കിട്ടത്. ആള് വന്നില്ല, 18,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ സെക്കൻഡ് ആള് നല്ലോണം ഓർമ്മിച്ച് കാണുക. അപ്പൊ ഈ ഒരു കമന്റ് നമ്മൾ കഴിഞ്ഞ ഡിസംബറിലുള്ള അതിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തത്. ഈ കമന്റ് ഇട്ടാൽ പെട്ടെന്ന് വന്നോളി, ഈ 18,000 രൂപ സൈക്കിൾ. അടുത്ത കമന്റ് അടുത്ത മാസം കഴിഞ്ഞ മാസത്തെ വീഡിയോയുടെ സൈക്കിൾ വന്നിരിക്കുന്നത്. സൈക്കിൾ കൊണ്ട് ചാകര ഫ്രീ ആയിട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു കമന്റ് ആണ് 12,000 സൈക്കിള്. ഈ കാണുന്ന കമന്റ് ഇപ്രാവശ്യം ഇടുന്ന കമന്റ് വേഗം വരിക, അത് കൊണ്ടുപോകാം. കഴിഞ്ഞ പ്രാവശ്യം ആളെ മാറ്റി വച്ച് നോക്കിയൊക്കെയാണ്. അപ്പൊ നമ്മൾ എപ്പോഴത് ആള് വന്നാൽ കൊടുക്കാം. വീഡിയോയിൽ കൊള്ളിക്കണം, ആൾക്കാർ കാണണ്ടേ. കൊടുക്കാല്ല, പ്രശ്നമില്ല. ഇനി നാളെ വന്നാൽ ഒന്ന് വിളിച്ചാൽ പറഞ്ഞാൽ മതി, പ്രശ്നമില്ല. അപ്പൊ എല്ലാ മാസം നമ്മൾ എല്ലാ മാസം കൊടുക്കും. ഈ മാസം എടുത്ത വീഡിയോന്റെ സൈക്കിൾ ഇദ്ദേഹത്തിനാണ്, സൈക്കിൾ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോന്റെ കമന്റ് ഇട്ടോളൂ. ബി റൈഡിന്റെ അടിപൊളി സൈക്കിളാണ് നമ്മൾ തരാൻ പോകുന്നത് അല്ലേ? ഓണർ നമ്മൾ സംസാരിച്ചു. മലയാളിയാണ്, പ്രശ്നമല്ല. സംസാരത്തിന് ശേഷം പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നമാക്കണ്ട, പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ എല്ലാവരും സഹകരിക്കുക, കച്ചവടം നന്നായി ഉത്സാഹാക്കി തരിക, പ്രോത്സാഹിപ്പിക്കുക. അതൊക്കെ നമുക്ക് ആവശ്യം. നമ്മളെല്ലാവരും കൂടെ ഇവിടെ സാധിക്കാം. നമ്മളെ ഫിറ്ററോടെ ഉണ്ട്, റെഡിയിൽ എപ്പോഴും ഫിറ്ററോടെ ഉണ്ടാവും. സർവീസ് ഗ്യാരണ്ടി. അതെ, ഗ്യാരണ്ടി. സാധിക്കുക നമ്മളെ മാനേജർ, നമ്മളെ അക്കൗണ്ടറോടെ ഉണ്ട്. എല്ലാവരും എന്ത് കാര്യം സംസാരിക്കാൻ പറ്റും. ചെറിയ കുട്ടികളുടെ സൈക്കിളും വലിയ കുട്ടികളുടെ സൈക്കിളും ഒരേമാതിരി കൊടുക്കുന്ന ഒരു സാധനമാണ് ഇവിടെ. ആർക്കും വരാം. ഇവിടെ വന്നിട്ട് മനസ്സിലാവും, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ചെറിയ കൊച്ച് ഒരു 2 വയസ്സുള്ള കുട്ടിക്ക് മുതൽ പ്രായമുള്ള ആൾക്കാർക്ക് വരെയുള്ള സൈക്കിൾ ഇവിടെ അവൈലബിൾ ആണ്. ഒരു വണ്ടി സൈക്കിൾ ഉണ്ട്. പണ്ടത്തെ നമ്മളെ ഒരു വണ്ടി അല്ലേ? അതെ, അത് വരെ ഇവിടെ ഉണ്ട് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇലക്ട്രിക് സൈക്കിൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇപ്പൊ നമ്മൾ എടുത്ത വീഡിയോന്റെ സൈക്കിൾ 4 സൈക്കിൾ കൊടുത്ത് റിസൾട്ട് അറിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നല്ല ക്വാളിറ്റി സാധനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വീഡിയോ എടുത്തത്. കേരളത്തിൽ എല്ലായിടത്തും കൊടുക്കും, എത്തിച്ചു കൊടുക്കും. അതൊക്കെ കൊറിയർ സർവീസ്, ഞങ്ങൾ കൊറിയർ കരാറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് സാധനം എടുക്കും, പാർട്ടി വീട്ടിൽ എത്തിച്ചു കൊടുക്കും.
അത്രേ ഉള്ളൂ. അതെ. അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞാൽ കോഴിക്കോട് കാരന്തൂർ പാലക്കൽ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പപ്പേട്ടന്റെ സൈക്കിൾ കട. അങ്ങനെയും പറയും, അങ്ങനെയാ ശരിക്കും പറയുന്നത്. അമൃത ഏജൻസീസ്, അതാണ് പേര്. എല്ലാവരും സഹകരിക്കണം, നന്നായിട്ട് സഹകരിച്ചു. അപ്പോൾ ഒരു കമന്റ് ഇട്ടോളൂ, വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്യാം, സൈക്കിൾ വാങ്ങാം, പപ്പേട്ടനെ സപ്പോർട്ട് ചെയ്യാം. എന്നെ സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. കുട്ടികൾക്കൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അല്ലേ എങ്ങനെയായിരുന്നു? ഇത് 4,200 ഒരു 3,800 നമുക്ക് കൊടുക്കും. 3,800 സ്റ്റാർട്ടിങ് വരുന്നത് അല്ലേ സൈക്കിള്? പിന്നെ ഇവിടെ ഒരുപാടുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാണെങ്കിലോ? എത്ര സൈസ് വരുന്നത്? ഇത് 20 സൈസ്. 20 സൈസ് അല്ലേ? ഇത് കുറച്ച് പ്രീമിയം ടൈപ്പ് ആണ്. പ്രീമിയം സൈസ് അല്ലേ? ഒരു 12 വയസ്സുള്ള കുട്ടിയൊക്കെ? അല്ല, 8-7 വയസ്സ് ആണ്. പിന്നെ അതിന്റെ സൈസ് 12 വരെ ഉപയോഗിക്കാം. ഈ ഇതൊക്കെ 12 വരെ ഉപയോഗിക്കാം. 12 വയസ്സ് വരെ ഉപയോഗിക്കാം. പെൺകുട്ടികളത് ഇതേപോലെ 12 വയസ്സ് വരെയുള്ള പെൺകുട്ടിയൊക്കെ 7 മുതൽ 12 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പെൺകുട്ടികൾക്ക്. ഇവിടെയോ? ഇത് 5 മുതൽ 5 വയസ്സ് മുതൽ 5 മുതൽ ഏകദേശം 7 വയസ്സ് വരെ. ഓക്കെ. ഇനി വലുതുണ്ടല്ലോ? വലുതുണ്ട്. ഓക്കെ. പിന്നെ കുട്ടികളുടെ ട്രയൽ സൈക്കിളുകൾ. അതെവിടെ? ആ, കുട്ടികളല്ലേ? ഇതൊക്കെ നല്ല കൊള്ളാലോ. ഇത് റബ്ബർ ടയർ അല്ലേ? ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഫുള്ള് തിരിയും. ആ, മ്യൂസിക് ഉണ്ട്, മ്യൂസിക് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് വരുന്നത് 1,700 സ്റ്റാർട്ട്. 1,700 രൂപ മുതൽ ഈ കുട്ടികളെ സൈക്കിൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? 4,000 രൂപ. 4,000 രൂപ വരെ. പിന്നെ വലിയ സൈക്കിളുകളുണ്ട് ഒരുപാട്. പ്രീമിയം ക്വാളിറ്റി. ഇതൊക്കെ കമ്പനികൾ പറയും. സൈക്കിളൊക്കെ കായ, ടാറ്റ, 91, ഫേവറോൾ, പിന്നെ ഹീറോ, പഴയ ഹീറോ, പഴയ ഹീറോ, ത്രില്ലർ, മോണ്ട്ര, പിന്നെ റോക്ക് ബൗണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് സാധനം ഇവിടേക്കും ഉണ്ട് അല്ലേ? താഴത്ത് ഗിയർ ലെസ്. ഇതൊക്കെ ഗിയർലെസ് അല്ലേ? ഗിയർലെസ് സൈക്കിൾ ഒരുപാടുണ്ട്. പിന്നെ മുകളിലും കളക്ഷൻ കുറേ. ഓക്കെ. പിന്നെ ഇവിടെ സർവീസിങ് ഏരിയ അല്ലേ? സർവീസിങ് ഏരിയ ഇവിടെയാണ് സൈക്കിളൊക്കെ സർവീസ് ചെയ്യുന്നത് അല്ലേ? സൈക്കിളൊക്കെ മേടിക്കുമ്പോൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ? എന്തൊക്കെയാ കൊടുക്കുന്നത്? അതിന്റെ കൂടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ അക്സസറീസ് ഒക്കെ ഉണ്ടാവും. എന്തൊക്കെയാ കൊടുക്കുക? ബോട്ടിൽ, മഡ് ഗാർഡ്, ബെല്ല്, ഒരു എയർ പമ്പും ഇപ്പം ഈ പ്രാവശ്യം എയർ പമ്പ് കൂടി ഇതിന്റെ കൂടെ അതിന് കൂടെ കൊടുക്കുന്നുണ്ടല്ലേ? ഗിയർ സൈക്കിൾ ഗിയർ സൈക്കിളിന്റെ കൂടെ കൊടുക്കുന്നത്. 1000 ഡിസ്കൗണ്ട് ഉണ്ട്, ഒരു പമ്പ് ഉണ്ട്.